എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ
മിശിഹാ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ.
മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ കർമ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഹല്ലേലൂയ.
ഞാൻ രാവിലെ വികാരിച്ചിനെ മുറിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ മാത്രമായിരുന്നു അച്ഛനായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുർബാന ചെല്ലണം, പാട്ട് പാടണം, പ്രസംഗിക്കണം, കല്യാണം കഴിക്കണം. ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നടക്കുമോ എന്ന സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് അത്യാവശ്യം വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും പ്രശ്നം പറയണമല്ലോ എന്ന് കരുതി അച്ഛനോട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പേരുടെ രണ്ടുപേരും പേരെഴുതി. ആ പേര് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. ഈ കോയിൻസിഡൻസ് എന്ന് പറയല്ലേ, എന്താണ് ജസിന ജിതിനല്ലേ ജസിന എന്താണ് ജെഫിനും ജെസിനും ആ പേരിൽ തന്നെ ഒരു യോജിപ്പ്, ഒരു ഐക്യം, ഒരു പ്രത്യേകത. അത് വിളിപ്പേര് പോട്ടെ. എന്നാൽ ആമുസ്തഫ കേൾക്കാൻ പറ്റുന്നതിൽ ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു. കാരണം ഇത്രമാത്രം എത്രമാത്രം യോജിക്കാനുള്ള മറ്റൊരു പേര് ഇല്ല. കാര്യം ഇവരുടെ പേര് മോശം ജോസഫും മറിയും. വിശ്വാസത്താമയും അമ്മയുടെ പേര് തന്നെയാണ് ആമുസ്തഫ. ഇതുമാത്രം പൊരുത്തമാണ് ഇവരുടെ പേരിൽ തന്നെ ഉള്ളത്. ഇത് ആദ്യത്തെ പെണ്ണാണ് ഫസ്റ്റ് ടൈം കണ്ടു. സാധാരണ രീതിയിൽ ഞാൻ 10, 30, 40 പെൺകുട്ടികളെ കണ്ടിട്ട് അവസാനം 41ാമതിനെ കിട്ടുന്ന തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ 40 എന്തായാലും പ്രശ്നമാണ്. 40 കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഈ 41ാമതിന് എന്താ പ്രത്യേകത? ഉത്തരവില്ലായിരുന്നു. അത് ഉത്തരം കിട്ടണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം. തോബത്തിന്റെ പുസ്തകത്തിലേക്ക് പോകണം. തോബത്തിന് പറഞ്ഞാൽ തോബിയാസ് വിവാഹമായപ്പോൾ തോബത്തിന് സേവകനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്റെ പൂർവ്വഗ്രാമത്തിലേക്ക് പോവുക. അവിടെ എന്റെ ശാസ്ത്രജ്ഞ എന്റെ മകൻ തോബിയാസിന് പറ്റിയ ഇണയെ നീ തേടി കണ്ടുപിടിക്കുക. സേവകൻ തോബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ശാസ്ത്രജ്ഞയിലേക്ക് ചെന്നിട്ട് ഇവന് വേണ്ടി ആരെയും പറഞ്ഞുകൂടാ? അപ്പം തോബത്ത് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, പേടിക്കണ്ട. നിനക്ക് മുമ്പേ എന്റെ സഹായികനെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവൻ എനിക്ക് കാണിച്ചു തരും എൻ്റെ മകന് ചേർന്ന ഇണയെ. അത് തന്നെയാണ് ഇവിടെ. എവിടെയെല്ലാം നമ്മൾ തിരക്കുന്നു, അന്വേഷിക്കുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, മാറ്റി വെച്ചിരിക്കുന്ന ഒരു മാണിക്യം, ഒരു മുത്ത് എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് പക്ഷെ മാതാപിതാക്കൾ വഴിയാകാം, അല്ലെങ്കിൽ ഇതെല്ലാം വഴിയാകാം, അല്ലെങ്കിൽ മാട്രിമോണിയൊക്കെ കൊണ്ട് അത് വഴിയാകാം. ഏതൊക്കെ രീതിയിൽ അവസാനം ആ ഒളിഞ്ഞിരിക്കുന്ന മുത്തുകളെ കണ്ടുപിടിക്കും. അതാണ് ഇന്ന് ഇവിടെ ജോഫിന്റെയും ജെസിന്റെയും കാര്യം സന്ദർശിക്കുന്നത്. എവിടെയോ വിധികാരിക്കുന്ന പോലെ ദൂഷിച്ചിരിക്കപ്പെട്ട 2 മുത്തുകള്, പവിഴങ്ങള് ഇന്ന് പുറത്തേക്ക് വരികയും കണ്ടുമുട്ടുകയും ഒന്നായിത്തീരുകയും ദൈവത്തിന്റെ സഭയിൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുകയും ചെയ്യുന്ന ദിവസം, മനോഹരമായ ഒരു ദിവസം. അതിന്റെ ഉദാസ പരിഗണന ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ ലേഡീസിനെ ഞാൻ കാണുന്നത്. ഇത്ര ആൾക്കാരുള്ളൂ. ഈ കുർബാന, ഈ വിശുദ്ധ കർമ്മം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ കാണാം ഇതിന്റെ ഇരട്ടി ആൾക്കാരെ ഇവിടെ. ഭക്ഷണം കഴിക്കാൻ വരുന്നതാണോ, ഉദാശ എടുക്കാൻ വരുന്നതാണോ, ഇവരെ അഭിനന്ദിക്കാൻ വരുന്നതാണോ, ഇവരുടെ ആശംസകൾ തരാൻ വരുന്നതാണോ, ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇവർക്ക് ആശംസ കൊടുക്കുന്നു, ഇവരെ അനുഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ വേർഡിംഗ് മിക്സ് കൊണ്ടുവെക്കണമെന്നുണ്ട്, ആ കൊടുക്കുമായിരിക്കും. പക്ഷെ അതിനെക്കാട്ടിലുമൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ദൈവത്തിനോട് പറഞ്ഞ് നമ്മുടെ അനുഗ്രഹം, മാതാപിതാക്കളായാലും വലിയപ്പന്മാരായാലും വലിയമാരാണ്, സഹോദരങ്ങളാണ്, വേദനാണ്, സുഹൃത്തുക്കളാണെങ്കിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശംസിച്ച് വിടുവാനാണ്. കാരണം ഇവര് കാലെടുത്ത് വയ്ക്കുന്ന
അങ്ങേയറ്റം ഉത്തരവാദിത്വം നിറഞ്ഞ അങ്ങേയറ്റം ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്ന ജീവിതം എന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ ഒരു നിമിഷത്തെ ഉപേക്ഷയോ ഒരു ജീവിതം, ഒരു കുടുംബജീവിതം താറുമാറാക്കാം. നിങ്ങൾ സ്ത്രീകൾ അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങൾ കണ്ടിട്ടുള്ളത് എന്തെല്ലാം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പാത്രമൊക്കെ ഉണ്ടാകും. പക്ഷേ നല്ല പളുങ്കു പാത്രങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയായിരിക്കും നമ്മുടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കയ്യിൽ സ്ലിപ്പായി താഴെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്തന്നെ ഭർത്താവുണ്ടെങ്കിൽ ചെറുകൾ കൂടി വരുന്നത് എല്ലാം ഇല്ലെങ്കിൽ നമ്മൾ ആരും മാറ്റി വയ്ക്കും. പോട്ടെ, നമ്മളത് ഇന്നിപ്പോൾ മാർഗ ഡിസംബർ പശകൾ ഇട്ട് തൊട്ടിക്കാനായിട്ട് ഈ പഴുത് പാത്രങ്ങൾ കിട്ടാവുന്ന ഏറ്റവും നല്ല പശുകൊണ്ട് പൊട്ടിച്ചു വെച്ചാൽ എന്താ സംഭവിക്കുക? ആ സ്ക്രാച്ച്, ആ പാട ശേഷിക്കും. ഒരിക്കലും അത് പൂർവ്വസ്ഥിതിയിലാവുകയില്ല. ആ പഴുത് പാത്രത്തിന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും എന്തെല്ലാം ചെയ്താലും ആയി തീരുകയില്ല. മനുഷ്യ വ്യക്തിത്വങ്ങളും ഇതുപോലെ പഴുത് പാത്രങ്ങളാണ്. എനിക്ക് പറയാനുള്ളത് ജെഫിനോടും ജസ്റ്റിനോടുമാണ്. നിങ്ങൾ രണ്ട് വ്യക്തികളാണ്, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണിത്. ഇപ്പോൾ ഒരുപക്ഷെ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഇവരെ നോക്കി കാണാം. എണ്ണക്കുരുളെ പോലെ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, പള്ളിയിൽ പോകുന്നു, വിരുന്നിന് പോകുന്നു, എവിടെയും നോക്കി കാണാം. എത്രമാത്രം ഒരുമയുള്ള ഇണക്കുരുവികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണുമോ? അറിഞ്ഞുകൂടാ. അത് ഒരു ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, ഒരു വർഷമോ കഴിഞ്ഞ്, 2-3 വർഷം കഴിയുമ്പോൾ ഇണക്കുരുവിളെ കൊള്ളുന്ന ഒരുമിച്ച് ഒരേ സ്റ്റെപ്പ്, രണ്ടുപേരുടെ കാലിന് സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് തുല്യമായ രീതിയിലാണ്. അതൊക്കെ മാറി ഒരാൾ മുന്നിലായി, ഒരാൾ പുറകിലായി, അതിന് അകച്ചു കൂടുന്നു, ചിലപ്പോൾ തനിച്ചാകുന്നു. ആദ്യ ദിവസങ്ങളിലെ, ആദ്യത്തെ ആഴ്ചകളിലെ, മാസങ്ങളിലെ, വർഷങ്ങളിലെ ആ സ്നേഹവും ഒരുമയും ഒത്തൊരുമയും ചേർച്ചയും ഐക്യവും ഒക്കെ പതുക്കെ. കാരണം പുതുമ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും പലതും നമ്മളിൽ നിന്നും ആഘോഷിക്കും. ഞാൻ പറയുന്നത് വ്യക്തിത്വമാണ്. നമ്മുടെ കയ്യിൽ പൊന്നുപോലെ ഈ പഴുത് മാത്രം പോലെ സൂക്ഷിക്കേണ്ട വ്യക്തിത്വമാണ് ജെസിൻ. ജെസിനെ ഉള്ളത് ഈ കയ്യിൽ കൊണ്ട് നടക്കണം, പഴുത് പാത്രം പോലെ. കാരണം എന്താ? ഈ പഴുത് പാത്രം താഴെ വീട് ഉടഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന നടക്കുന്നു. മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഈ കയ്യിൽ ആദ്യം ഇന്ന് മുതൽ കൊണ്ട് നടക്കും. കയ്യിൽ ഇങ്ങനെ തളർച്ചാനായിട്ട് കടലായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും. ഒരാഴ്ച, ഒരു മാസം കുറച്ച് സംശയം, താഴെ വീഴാൻ പൊട്ടുമോ? നമുക്ക് നോക്കാതെ താഴെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും. പിന്നെ ലോകത്ത് കിട്ടാവുന്ന ഏത് പശു ഉപയോഗിച്ച് നോക്കിയാലും നിങ്ങൾക്ക് ആ വിള്ളലുകൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയില്ല. അതാണ് വ്യക്തിത്വം നോക്കുന്നത്. സോ അതുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മതയോടെ, ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആരെയും മേന്മ കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം. നിങ്ങളെ യോജിപ്പിച്ചത് ദൈവമാണ്, നിങ്ങളെ ഒന്നാക്കി തീർത്ത ദൈവമാണ്. ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ആരുടെയും കഴിവിലോ മേന്മയോ അല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ പരസ്പരം കൈപിടിക്കുന്ന ഒരു കാര്യമല്ലേ? ആ കരം പിടിക്കുന്നതോട് ദൈവത്തിന്റെ കരം. കാരണം നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, ഇന്നത്തെ ദിവസം ഒരു ഏറ്റവും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കേണ്ട ദിവസമാണ് രണ്ടുപേരും. അത് ജീവിതം തന്ന ദൈവത്തിന്, ഈ ഭൂമിയിൽ ജനിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയണം. നിങ്ങൾക്ക് ജന്മം കൊടുക്കുകയും വളർന്ന് ഈ നിമിഷം വരെ ഈ രാജ്യത്തിരിക്കുകയും ചെയ്ത നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ ഗുരുഭൂതന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്ക് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ ഞാൻ ചോദിക്കും, നിങ്ങളിവിടെ എത്രയോ വ്യക്തികളെ ഈ ക്യാമ്പസിൽ കണ്ടു, അധ്യാപകർ, ഒരുപാട് പേരുണ്ട്. Everyone has got a significant role in the life of you people, you students, as long as you are here. പക്ഷെ നിങ്ങൾ കണ്ടോ, ഈ ക്യാമ്പസിൽ എത്ര വാച്ച്മാന്മാരുണ്ടായിരുന്നു? നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കുന്ന എത്ര വാച്ച്മാന്മാർ ഈ
എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവർ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടാവും. അവർ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ചെയ്തിട്ടില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ശരിയല്ല. കാരണം അവർക്കും നിങ്ങളുടെ വളർച്ചയിൽ ഒരു പങ്കുണ്ടായിരുന്നു. നിങ്ങൾ ഈ ക്യാമ്പസ് ജീവിച്ചിടത്തോളം കാലം ഒരു വാച്ച്മാൻ പോലും ഒരു സിഗ്നിഫിക്കന്റ് റോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾ മറക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പലതരത്തിൽ പല രീതിയിൽ മാതാപിതാക്കളുടെ സപ്പോർട്ടിലാണ്ട് പലതരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളും വ്യക്തികളുണ്ടാകും. ബി ഗ്രേറ്റ്ഫുൾ. അവരോട് നന്ദിയുള്ളവരാകുക എന്നതാണ് മറ്റൊന്ന്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പരിക്കേറ്റ അവിടെ കാണുന്നതൊന്നുമല്ല. ഒരുപാട് യാഥാർത്ഥ്യത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പരിക്കൻ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് ഭംഗിയായിട്ട് ഒരുപാട് വിവാദങ്ങളും പ്രാർത്ഥനയും ഒപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് നല്ല മാതൃക കൊടുത്തുകൊണ്ട് അത് നിങ്ങളിലും അവർ പഠിക്കുന്നുണ്ട്, മറ്റുള്ളവരിൽ നല്ല ആ തരത്തിൽ മാതൃക കൊടുത്തിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ, ഇത്രയും മാത്രം ഉത്തരവാദിത്തമുള്ള ജീവിതാവസ്ഥയിലാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഈസിയാണ്, ഭയത്തോടെ വേണം, പേടിയോടെ വേണം നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ. പക്ഷേ ഓർക്കുന്ന പേടിയും ഭയവും വേണ്ട. കാരണം നിങ്ങളെ തോന്നിപ്പിച്ചവർ നിങ്ങളുടെ കൂടെയുണ്ട്. അത് ഈശോയാണ്, ദൈവമാണ്. ആ ഈശോയുടെ ആ ദൈവത്തിന്റെ അനുഗ്രഹവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. എല്ലാവരും കൂടി എല്ലാവിധ നമ്മളത് ആശംസകളും സ്നേഹപൂർവ്വം വിവാഹമെന്ന കൂതാശ വഴി ബന്ധിതരാൻ ഇവർക്ക് വേണ്ടി കർത്താവേ ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ച സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായ സകലരെ ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധയിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടെ ചാരിത്രശക്തിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായ നയിക്കുവാനുള്ള അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനവും നിലനിൽക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചെറുപ്പം കൊടുക്കുന്ന ഞങ്ങളെ എവിടെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക്
സൗഭാഗ്യമേന
പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സമൃദ്ധിയാൽ നിങ്ങളെ സമൃദ്ധരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും സംരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശക്തിയോട് നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നമ്മുടെ നാമത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതും അവരെ വിശുദ്ധമാകുന്നത് നയിക്കുന്നതും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും
പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാദമെന്ന കൂദാശയായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.